കോമഡിയാണ്. പക്ഷെ പല സിനിമകളും പല അഭിനേതാക്കളും മുന്നിട്ട് ഇറങ്ങുന്നില്ല. അഭിനയിച്ച് കഴിഞ്ഞ് കാശും പിടിച്ച് പോവുക എന്നുള്ള സിനിമ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്റെ പ്രൊമോഷൻ സമയത്ത് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും വരണം. പല ആക്ടേഴ്സും കഴിഞ്ഞ ദിവസവും ഉണ്ടായ ഒരു വിവാദം ഉണ്ടായിരുന്നു. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ഞാൻ ചെയ്ത ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് പോലും എനിക്ക് മാക്സിമം പ്രൊമോട്ട് ചെയ്യാന്നുള്ള എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ ചെയ്ത ഓരോ സിനിമകളുടെയും ചെയ്തിട്ടുണ്ട്. എനിക്ക് പലരും എന്നോട് ആ സമയത്ത് ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങിയോ എന്ന്. അങ്ങനെ പോലും ആൾക്കാർക്ക് സംശയം വന്നിട്ടുണ്ട്, ആശ ഓൺലൈൻ മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ. കാര്യം അവരുടെ സ്വപ്നങ്ങളാണ് ഒരു മനുഷ്യന്. അത് എഴുതുന്ന ആള് മുതൽ എത്ര പേരുടെ അധ്വാനമാണ് ഒരു സിനിമ. അപ്പം ഓൺലൈൻ മാധ്യമക്കാർ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഉള്ള റിവ്യൂ കൊടുക്കുമ്പോൾ ശരിക്കും ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടും സങ്കടങ്ങളും വരാറുണ്ട്. കാര്യം ഒത്തിരി പേരുടെ അധ്വാനമാണ് ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഏത് മീഡിയ ആണെങ്കിലും ഏത് സിനിമയാണെങ്കിലും നമ്മൾ കൂടുതലും പോസിറ്റീവ് കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളാണെങ്കിലും റിവ്യൂ ഇടുമ്പോൾ കുറച്ചൊന്ന് ചിന്തിക്കണം. തീർച്ചയായിട്ടും ഇപ്പൊ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ. കാരണം ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു കലാമൂല്യമുള്ള സിനിമകൾ ഇറങ്ങുന്നില്ല. കാരണം കലാമൂല്യമുള്ള സിനിമകള് ഇപ്പം എത്രമാത്രം ഇറങ്ങിയാലും ഓടുന്നുണ്ട് അല്ലെ. യങ്സ്റ്റേഴ്സിന് വേണ്ടതെല്ലാം ഫാസ്റ്റ് നമ്പേഴ്സ് ഉള്ള സോങ് ഉള്ള ഒരു പാട്ടുകളും ഒക്കെയുള്ള സിനിമകളാണ്. അപ്പം ഇനിയുള്ള തലമുറകളെ ആണെങ്കിലും ഇതുപോലത്തെ നല്ല സിനിമകളിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ ഈ ലോ ബഡ്ജറ്റ് സിനിമകൾ വരണമെങ്കിൽ ഒക്കെ നിങ്ങളും അതിന്റെ ഒരു ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ, നമ്മൾ ഒന്നിച്ചു പോയാൽ മാത്രമേ നടക്കുള്ളൂ.